നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ കണ്ണുകളെ അടച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും സ്നേഹവാനുമായി ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി ഞങ്ങൾ അവിടുത്തെ പരിശുദ്ധ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടെ കർത്താവിനെ ആരാധിപ്പാൻ അടിയങ്ങൾക്ക് അവിടുന്ന് ഒരുക്കി തന്ന വലിയ സ്നേഹത്തെ ഓർത്ത്, കൃപയെ ഓർത്ത് സ്തോത്രം. കർത്താവെ, ഒരാഴ്ച കൂടി അടിയങ്ങളെ കടന്നു പോകുമ്പോൾ അവിടുന്ന് അത്ഭുതകരവും അതിശയകരവുമായ അടിയങ്ങളെ സൂക്ഷിച്ച് അവിടുത്തെ സ്നേഹത്തിനായിട്ട് നന്ദി കരേറ്റുന്നു. കർത്താവെ, ഒരു പുതിയ മാസത്തിലേക്ക് കൂടെ അടിയങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന സ്നേഹത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ നാളുകളിലൊക്കെ അനുഭവിച്ച എല്ലാ നന്മകൾക്കായും ദൈവിക അനുഗ്രഹങ്ങൾക്കായും ദൈവിക വിടുതലിനായും ഞങ്ങൾ അവിടുത്തെ നാമത്തെ വാഴ്ത്തുന്നപ്പ. അങ്ങേ ആരാധിപ്പാനും അവിടുത്തെ മക്കളായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ സന്ദർഭങ്ങൾക്കായും സ്തോത്രം. അവിടുത്തെ നാമത്തെ ആരാധിപ്പാൻ പ്രകാരം അടികൾക്ക് ലഭിക്കുന്ന അവസരത്തിനായി സ്തുതിക്കുന്നു. കർത്താവെ, വിവിധ ഇടങ്ങളിലിരുന്നു കൊണ്ട്, ഭവനങ്ങളിലിരുന്നു കൊണ്ട് പ്രിയമക്കൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിന് അനുഗ്രഹമായി, സൗഖ്യമായി, സന്തോഷമായി, സമാധാനമായി തീരുവാൻ ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ ആദ്യ അവസാനം അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ധന്യരാക്കണമേ. പാടുവാനും പ്രാർത്ഥിക്കുവാനും വചനം കേൾക്കുവാനും അടിയങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. കർത്താവെ, ഓരോ മക്കളെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ആരാധനയിലൂടെ ദൈവിക സാന്നിധ്യവും ദൈവിക അനുഗ്രഹവും പ്രാപിപ്പാൻ അവിടുന്ന് മുഖാന്തരമാകുകയും ചെയ്യണമേ. ഞങ്ങളുടെ ആരാധന ദേശത്തിന് കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സഭയ്ക്ക് അനുഗ്രഹമായി വിടുതലായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ. ആമേൻ. ദൈവനാമം മഹത്വത്തിനായി ജ്ഞാനകീർത്തനങ്ങളിൽ 20-ാമത്തെ പാട്ട് നമുക്ക് പാടാം. കീർത്തനം 20. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു.
അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നമുക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങൾ വായി നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാവരങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് ഇരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ തലകളെ മടക്കി ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ, നമ്മുടെ കുറവുകളെ നമുക്ക് ഏറ്റുപറയാം. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടിഞ്ഞുമപ്പായിരുന്നാലും അത് ഞാൻ ഹിമം പോലെ വെളുപ്പിക്കും. അത് രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും അത് പഞ്ഞി പോലെ ആക്കി തീർക്കുമെന്ന് നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഏത് പാപവും ക്ഷമിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്, വിശ്വസ്തനാണ്. നാം നമ്മുടെ പാപങ്ങളെ അനുതാപത്തോടെ, വിനയത്തോടെ, താഴ്മയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഏറ്റ് പറയുമ്പോൾ നമ്മുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിച്ച് തരുന്നു. അതുകൊണ്ട് കർത്താവ് എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആളുകളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് ഞങ്ങൾ തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങളെ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ വീടുകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോട്, നീതിയോട്, സുബോധത്തോട് നടക്കേണ്ടതിന്
ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് ഒരുങ്ങാം. കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകലദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഇപ്പോൾ പാഠഭാഗങ്ങൾ വായിക്കുന്നതാണ്. ഒന്നാം പാഠം. ഇന്നത്തേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം മീഖ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. മീഖ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. യഹോവ അരുളി ചെയ്യുന്നത് കേൾപ്പിൻ. നീ എഴുന്നേറ്റ് പർവ്വതങ്ങളുടെ മുൻപാകെ വ്യവഹരിക്കാം. കുന്നുകൾ നിന്റെ വാക്ക് കേൾക്കട്ടെ. പർവ്വതങ്ങളും ഭൂമിയുടെ സ്ഥിരമായ അടിസ്ഥാനങ്ങളുമായുള്ളവയെ യഹോവയുടെ വ്യവഹാരം കേൾപ്പിൻ. യഹോവയ്ക്ക് തന്റെ ജനത്തോട് ഒരു വ്യവഹാരമുണ്ട്. അവൻ ഇസ്രായേലിനോട് വാദിക്കും. എന്റെ ജനമേ, ഞാൻ നിന്നോട് എന്തു ചെയ്തു? ഏതൊന്നിനാൽ ഞാൻ നിന്നെ മുഷിപ്പിച്ചു? എന്റെ നേരെ സാക്ഷീകരിക്കാം. ഞാൻ നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു. അടിമ വീട്ടിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തു. മോശയെയും അഹരോനെയും മിസ്രയീമിനെയും നിന്റെ മുൻപാകെ അയച്ചു. എന്റെ ജനമേ, നിന്റെ യഹോവയുടെ നീതിപ്രവൃത്തികളെ അറിയേണ്ടതിന് മോവാബ് രാജാവായ ബാലക് ആലോചിച്ചതും ബെയോരിന്റെ മകനായ ബിലയാം ഉത്തരം പറഞ്ഞതും ഷിത്തീം മുതൽ ഗിൽഗൽ വരെ സംഭവിച്ചതും ഓർക്കുക. ഏതൊന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്നു അത്യുന്നത ദൈവത്തിന്റെ മുൻപാകെ കുമ്പിടേണ്ടു. ഞാൻ യഹോവയുടെ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കുട്ടിയോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? 1000 ആട്ടിൻകൊറ്റനിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? എന്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എന്റെ ആജ്ഞയെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരരായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഇവിടെ 1-ാം വേദഭാഗം വായിച്ചു അവസാനിപ്പിച്ചു. ദൈവമേ, അങ്ങേക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. പ്രത്യേക സങ്കീർത്തനം. സങ്കീർത്തനം 106 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 106-ാം സങ്കീർത്തനം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വാക്യമായി വായിക്കാം. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയുടെ വീര്യപ്രവൃത്തികളെ ആർ വർണ്ണിക്കും? അവന്റെ സ്തുതിയൊക്കെയും ആർ വിവരിക്കും? ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാർ. യഹോവയെ, നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും നിന്റെ ജനത്തിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും നിന്റെ അവകാശത്തോടുകൂടെ പുകഴേണ്ടതിനും നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്തോഷിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പാപം ചെയ്തു, ഞങ്ങൾ അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചു. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദയെ ഓർക്കാതെയും കടൽക്കരയിൽ ചെങ്കടൽക്കരയിലും വെച്ച് തന്നെ മത്സരിച്ചു. എന്നിട്ടും അവൻ തന്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിന് തന്റെ നാമനിമിത്തം അവരെ രക്ഷിച്ചു.
അവൻ ചെങ്കടലിനെ ശാസിച്ചു, അത് ഉണങ്ങിപ്പോയി. അവൻ അവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടി നടത്തി. അവൻ പകയന്റെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു, ശത്രുവിന്റെ കയ്യിൽ നിന്ന് അവരെ വീണ്ടെടുത്തു. വെള്ളം അവരുടെ വൈരികളെ മൂടിക്കളഞ്ഞു, അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല. അവർ അവന്റെ വചനങ്ങളെ വിശ്വസിച്ചു, അവന് സ്തുതി പാടുകയും ചെയ്തു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഉണ്ടാകട്ടെ. ആദിയിൽ എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. രണ്ടാം പാട്ട്. ഇന്നത്തേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 4-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 7 മുതൽ 15 വരെ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണു കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോട് കൂടെ ഉയർപ്പിച്ചു നിങ്ങളോട് കൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. കൃപ പലരിലും പെരുകി ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. ഇവിടെ രണ്ടാം വേദഭാഗം വായിച്ചു അവസാനിക്കുന്നു. ദൈവമേ, നിങ്ങൾക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. നമുക്ക് സഭയുടെ പാട്ട് വാക്യം പ്രതിവാക്യമായിട്ട് ചൊല്ലാം. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവം മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലാവരും ഉള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ പരമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വരത്തില്ല. നീ ദൈവത്തിന്റെ വലത്തെ ഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായ നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ സുവിശേഷം 4-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ യേശു പറഞ്ഞത്, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്തെറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവനറിയാതെ വിത്ത് മുളച്ചു വരുന്നത് പോലെയാകുന്നു. ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവൻ ഉടനെ അരിവാൾ വയ്ക്കുന്നു. നിങ്ങൾ കേട്ടത് ജീവൻ നൽകുന്ന സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ.
നാം തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നതിന് മുൻപായി 185 കീർത്തനം നമുക്ക് പാടാം. കീർത്തനം 185. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവനും സത്യവുമായി ഞങ്ങളുടെ മധ്യത്തിലേക്ക് ജഡമായി തീർന്ന വചനമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അടികൾക്ക് നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, അവിടുന്ന് നിത്യജീവനും സത്യവചനവുമായ ദൈവമാകുന്നുവല്ലോ. കർത്താവെ, അവിടുത്തെ വചനത്താൽ ഞങ്ങളെ അവിടുന്ന് ജീവിപ്പിക്കണമേ. അവിടുത്തെ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനത്താൽ ഞങ്ങളെ പോഷിപ്പിക്കണമേ. കർത്താവെ, അവിടുത്തെ വചനത്തിൽ അടങ്ങിയിരിക്കുന്നതായ നിത്യജീവൻ്റെ അനുഭവങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കുവാനായിട്ട് അവിടുന്ന് ഈ വചനകേഴ്വി മുഖാന്തരമാക്കി തീർക്കണമേ. കർത്താവെ, അവിടുത്തെ വചനത്തെ
ഞങ്ങളുടെ ഹൃദയമാകുന്ന മാംസ പലകമേല് അവിടെ എഴുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയ ഒരു അനർത്ഥകാലത്തിലൂടെ ഞങ്ങളുടെ ലോകമാകമാനം കടന്നു പോകുമ്പോൾ ജീവിപ്പിക്കുന്ന അവിടുത്തെ വചനം നൽകുന്ന വലിയ പ്രത്യാശയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആ വചനത്തിൽ വളരുവാനും ആ വചനത്തിൽ ജീവിക്കുവാനും ആ വചനത്തിൽ നിലനിൽക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അല്പസമയം തിരുവചനം ഞങ്ങൾ ചിന്തിക്കട്ടെ. ഞങ്ങളുടെ ചിന്തയും കർത്താവെ ഞങ്ങളുടെ ധ്യാനവും അവിടത്തേക്ക് പ്രസാദകരമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിവിധ ഇടങ്ങളിലായിരുന്നു കൊണ്ട് ഈ ഒരു മാധ്യമത്തിലൂടെ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ആ സ്നേഹബന്ധനം വളരെ ആദരവോടുകൂടി അറിയിക്കുകയും വളരെ സ്നേഹപൂർവ്വം ഈ ആരാധനയിലേക്കും വചന ശുശ്രൂഷയിലേക്കും നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. നമ്മുടെ 2020 ആണ്ടിൻ്റെ 10 മാസക്കാലം നമ്മെ കടന്നുപോയി. പുതിയ ഒരു മാസത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നു. കഴിഞ്ഞ മാർച്ച് മാസം പകുതി മുതൽ ഈ 10 മാസത്തിൽ ഏതാണ്ട് 7.5 മാസക്കാലം വളരെ ദുരിതം നിറഞ്ഞ ഒരു അനുഭവത്തിലൂടെ ആകുന്നു ഈ ലോകം കടന്നുപോയത് എന്ന് നമുക്കറിയാം. ലക്ഷക്കണക്കിനായ ആളുകൾ മരണപ്പെട്ടു. അതിലധികം മനുഷ്യരെ വളരെയധികം ദുരിതത്തിലൂടെ ആശുപത്രികളിലൂടെ ഒക്കെ കടന്നു പോകുന്നു, ചികിത്സയിലൂടെ ഒക്കെ കടന്നു പോകുന്നു. അങ്ങനെ വലിയ ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ മനുഷ്യകുലമാകമാനം മുൻപോട്ട് പോകുകയും എങ്കിലും നാം പതിവായി നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന പ്രകാരം ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രകാശം തരികയാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രത്യാശ നൽകുകയാണ്. ജീവിക്കുവാനുള്ള പ്രേരണ നമുക്ക് ദൈവത്തിൻ്റെ വചനം നൽകുകയാണ്. കാരണം ദൈവത്തിൻ്റെ വചനം ജീവിപ്പിക്കുന്നതാകും. അതുകൊണ്ട് നാം പാടുന്നുണ്ട്, ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ എന്ന് നാം പാടുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ പ്രത്യാശയാണ്. വലിയ ഊരിരുട്ടിൻ്റെ മധ്യത്തിലും ഒരു ചെറിയ കൈത്തിരി പോലെ പ്രകാശിക്കുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അന്ധകാരത്തിൻ്റെ അനുഭവങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, ദുഃഖങ്ങളുടെ, നിരാശകളുടെ ഒക്കെ മധ്യത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും നമുക്ക് ഒരു പ്രത്യാശ നമുക്ക് ദൈവം തരുന്നു. അത് തന്നെ വചനമാണ്. ആ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന വാഗ്ദത്തങ്ങളാണ്. ഞാൻ നിന്നെ ശക്തീകരിക്കും. പെരുവെള്ളം നിന്റെ അടുക്കലോളം വന്നാൽ അത് നിന്റെ മീതെ കവിയുകയില്ല. നീ അഗ്നിജ്വാലയിൽ കൂടെ കടന്നുപോയാൽ അത് നിന്നെ ദഹിപ്പിച്ച് കളയുകയില്ല. യഹോവയായ ഞാൻ നിന്റെ രക്ഷകൻ എന്ന പഴയ നിയമത്തിൽ നാം വായിക്കുന്നു. അതുകൊണ്ട് പ്രതികൂലങ്ങളൊക്കെ, സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാകുമ്പോഴും ദൈവം നമ്മോടുകൂടെ ഉണ്ട്, ദൈവം നമ്മെ കരം പിടിച്ച് നടത്തുമെന്നുള്ളൊരു വലിയ വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ ഈ നാളുകളിൽ വളരെ ശക്തി പ്രാപിക്കണം, ശക്തിപ്പെടണം. ദൈവവചനത്തിലും ദൈവത്തിലുമുള്ള വിശ്വാസവും ആശ്രയവും നമ്മുടെ ജീവിതത്തിൽ ശക്തിപ്പെടണം. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ബാഹ്യമായിരിക്കുന്ന സഹായങ്ങളോ, ബാഹ്യമായിരിക്കുന്ന സംരക്ഷണമോ, ബാഹ്യമായിരിക്കുന്ന കരുതലുകളോ ഒന്നും ലഭിച്ചില്ല എന്ന് വന്നേക്കാം. എങ്കിലും നമ്മിൽ തന്നെ ബലമുള്ളവരായി, നമ്മിൽ തന്നെ നമ്മുടെ വിശ്വാസവും പ്രത്യാശയും വർദ്ധിപ്പിച്ച് ദൈവാനുഭവമുള്ളവരായി ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയും അതിനെ ദിനംതോറുമുള്ള നമ്മുടെ വചനധ്യാനം, വചന കേൾവിയൊക്കെ മുഖാന്തരമായി തീരേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് ഐക്യ ഞായറായിട്ട് ആചരിക്കുകയും യൂണിറ്റി സൺഡേ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് കളിമൺ പാത്രങ്ങളിലെ നിക്ഷേപം എന്നുള്ളത്. ട്രഷേഴ്സ് ഇൻ ക്ലേ ജാർസ്. കളിമൺ പാത്രങ്ങളിലെ നിക്ഷേപം. ഇത് വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു വിഷയമാണ്. നാം വായിച്ച കൊരിന്ത്യ ലേഖനത്തിൽ 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം നാം അതിങ്ങനെയാണ് വായിക്കുന്നത്. നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് ഈ വാക്യം എടുക്കുകയും എങ്കിലും
ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. എങ്കിലും ഈ അത്യന്ത ശക്തി, ഒരു സൂപ്പർ പവർ, അത് ഞങ്ങളിൽ വസിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. ഈ ശക്തി എന്ന് പറയുമ്പോൾ ഏത് ശക്തിയാണ് എന്ന് അതിൻ്റെ മുകളിലോട്ട് വായിക്കുന്നു. അത് സുവിശേഷമാകുന്ന ശക്തിയാണ്. അതിന് മുകളിൽ വായിക്കുന്നു 3-ാം വാക്യത്തിൽ, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറഞ്ഞിരിക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പോൾ തേജസ്സുള്ള സുവിശേഷം അഥവാ ദൈവത്തിന്റെ വചനം, അതാകുന്നു ഈ അത്യന്ത ശക്തി എന്ന് പൗലോസ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. അപ്പോൾ ഈ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ സുവിശേഷമാണ്, ദൈവത്തിന്റെ വചനമാണ്. അത് തേജസ്സുള്ളതാണ്, അത് അത്യന്ത ശക്തിയുള്ളതാണ്. അതിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അത് മൺപാത്രങ്ങളിലാകുന്നു. ഈ നിക്ഷേപം ഉള്ളത്, ഈ നിക്ഷേപം, ഈ ട്രഷർ, ഈ നിധി ഇരിക്കുന്നത് മൺപാത്രങ്ങളിലാകും. ഈ മൺപാത്രം എന്ന് പറയുന്നത് തങ്ങളുടെ ശരീരമാണ്. പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തീയ ശുശ്രൂഷയെക്കുറിച്ച്, ശുശ്രൂഷകരെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. ക്രിസ്തീയ ശുശ്രൂഷകരെ സംബന്ധിച്ചിടത്തോളം തങ്ങളിൽ അത്യന്തമായ ശക്തി കുടികൊള്ളുന്നു എന്ന് പൗലോസ് പറയുക. അത് സുവിശേഷമാകുന്ന ശക്തിയാണ്. അത് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. വളരെ വിരോധാഭാസമാണ്. നമുക്കറിയാം, ഏറ്റവും വലിയ ഒരു നിധി സൂക്ഷിക്കുന്നത് അതുപോലെ ഉറപ്പുള്ള ഒരു സ്ഥലത്തായിരിക്കും. ഈ നാളുകളിലൊക്കെ ലോക്കറിനെ കുറിച്ചൊക്കെ നാം കേൾക്കുന്നുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തുള്ള അനന്ത പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ശതകോടികൾ അല്ലെങ്കിൽ സഹസ്രകോടികൾ വിലമതിക്കുന്ന നിധികളൊക്കെ ഇരിക്കുന്നത്, നിക്ഷേപമൊക്കെ ഇരിക്കുന്നത് കരിങ്കല്ല് കൊണ്ട്, വലിയ കരിങ്കൽ പാളികൾ കൊണ്ട് തീർത്തിട്ടുള്ള അറകളിലാണ് എന്നാണ് പറയുന്നത്. അതൊക്കെ തുറക്കാൻ തന്നെ വലിയ പ്രയാസമാണെന്നൊക്കെയാണ് നാം കേട്ടത്. അവിടെ വലിയ നിക്ഷേപങ്ങളും. ഇവിടെ പൗലോസ് പറയുന്നത് ഇത്ര വലിയ നിധി ഇരിക്കുന്നത് മൺപാത്രങ്ങളിലാകുന്നു എന്നാണ്. വളരെ വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നാം. വളരെ ക്ഷണികമാണ് മൺപാത്രങ്ങൾ എന്ന് പറയുന്നത്. ഇന്ന് പല വീടുകളിലും മൺപാത്രങ്ങളില്ല. പഴയ കാലത്തെ വീടുകളിലൊക്കെ മൺപാത്രങ്ങളായിരുന്നു. അത് വളരെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഉടഞ്ഞു പോകും. എല്ലാം മൺപാത്രങ്ങളിലായിരുന്നു പാചകവും മറ്റു കാര്യങ്ങളും, വെള്ളം എടുക്കുന്നതും എല്ലാം മൺപാത്രങ്ങളായിരുന്നു. ആഹാരം കഴിക്കുന്നതും എല്ലാം മൺപാത്രങ്ങളായിരുന്നു. അത് ഇന്ന് അങ്ങനെ അധികമില്ല എന്ന് നമുക്കറിയാം. മൺപാത്രം വേഗം ഉടഞ്ഞു പോകുന്ന സ്വഭാവങ്ങൾ, മൺപാത്രങ്ങളിലെ ചില പ്രത്യേകതകൾ നാം പ്രത്യേകമായിട്ട് ചിന്തിക്കുന്നു. അപ്പോൾ ശുശ്രൂഷയ്ക്കായിട്ട് വരുന്ന ആളുകളെ കുറിച്ചാണ്, ശുശ്രൂഷകരെ കുറിച്ചാണ്, ദൈവത്തിൻ്റെ ശുശ്രൂഷകരെ കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് അതിന് തൊട്ട് മുകളിൽ പറയുന്നുണ്ടല്ലോ, ഞങ്ങളെ തന്നെ അല്ല ക്രിസ്തുയേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവദേശത്തിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്നു. അപ്പൊ ഞങ്ങൾ എന്ന് പൗലോസ് ഇവിടെ പറയുന്നത്, പൗലോസും തന്റെ കൂട്ടുവേലക്കാർ, സുവിശേഷ വേലക്കാരെ കുറിച്ചാണ്, ദൈവ വേലക്കാരെ കുറിച്ചാണ്. പല വിധത്തിലാണ് ദൈവവേലക്കായിട്ട് ആളുകൾ ഇപ്പോൾ വരുന്നത്. ചിലരെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പകാലത്ത് ഉള്ള ചില ആകർഷണമാണ്, അല്ലെങ്കിൽ ബാല്യകാല അഭിലാഷമാണ് ഒരു ശുശ്രൂഷകനാകണം എന്നുള്ളത്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും വേറെ വ്യക്തികളുടെ സ്വാധീനമായിരിക്കാം, ഒരു ആത്മീയ മനുഷ്യന്റെ സ്വാധീനമായിരിക്കും. വേറെ ചിലര് കുടുംബത്തിന്റെ സ്വാധീനമാവാം ശുശ്രൂഷയ്ക്കായിട്ട് വരും. മറ്റു ചിലര് സ്വന്തം ജീവിതത്തിലെ ചില തകർച്ചകളും
അത് മുഖാന്തരമുണ്ടായ മാനസാന്തരവും വ്യത്യാസവുമായിരിക്കാം ദൈവവേലയ്ക്കായിട്ട് വരുന്നത്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ദൈവവിളി, സാർവത്രികമായിരിക്കുന്ന ദൈവവിളിയോട് യെസ് എന്നെ അയക്കണമേ, ആർ പോകും എന്നുള്ള ദൈവവിളിയുടെ മുൻപിൽ എന്നെ അയക്കണമേ എന്ന് പറയുന്ന രീതിയായിരിക്കാം. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് താരതമ്യേന അല്പം മാന്യതയും അല്പം അന്തസ്സുമൊക്കെ ഉള്ള ഒരു പണിയായി, ഒരു ജോലിയായി കണക്കാക്കുന്ന ആളുകളും ഇല്ലാതെയില്ല. അങ്ങനെ പല വിധത്തിൽ ശുശ്രൂഷയിലേക്ക് വരുന്നവരും ശുശ്രൂഷയെ സമീപിക്കുന്നവരുമായ ആളുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് യേശു ക്രിസ്തു നിമിത്തം ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നു എന്നാണ്. യേശു ക്രിസ്തുവിന് വേണ്ടി ഇത് ചെയ്യുന്നു എന്നാണ്. താഴോട്ട് വായിക്കുമ്പോൾ നമ്മളത് വായിക്കുന്നുണ്ട്. അവർ നിരാശപ്പെടുന്നവരാണ്, എങ്കിലും അവർ നശിച്ചു പോകുന്നില്ല. സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല എന്ന് വായിക്കുന്നു. അപ്പോൾ മൺപാത്രങ്ങളിൽ ദൈവം വലിയ നിക്ഷേപം വെച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുക. എന്തുകൊണ്ടാണ് മൺപാത്രങ്ങളിൽ എന്ന് പറയുമ്പോൾ മൺപാത്രത്തിന്റെ സവിശേഷത എന്താണ്? അപ്പോൾ മനുഷ്യനെ മൺപാത്രമായിട്ട് കണക്കാക്കുന്ന മനുഷ്യ ശരീരത്തെ മൺപാത്രമായിട്ടോ അല്ലെങ്കിൽ മണ്ണിനോട് സാമ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്ന വേറെയും വേദഭാഗങ്ങൾ ഉണ്ട്. യെരമ്യാ പ്രവചനത്തിലും യെശയ്യാ പ്രവചനത്തിലും ഒക്കെ നാം വായിക്കുന്നു. മനുഷ്യനെ തന്നെ ആദം എന്നുള്ള വാക്ക് തന്നെ മണ്ണിൽ നിന്ന് എടുത്തവൻ എന്നുള്ള അർത്ഥത്തിൽ വന്നതാണ്. അപ്പോൾ മനുഷ്യ നീ മണ്ണാകുന്നു എന്നാണ് നാം വചനത്തിൽ വായിക്കുന്നത്. അല്ലെങ്കിൽ ശവസംസ്കാര സമയത്തൊക്കെ മണ്ണിന് മണ്ണായി, ചാരത്തിന് ചാരമായി, പൂഴിക്ക് പൂഴിയായി മണ്ണിന് ഏൽപ്പിക്കപ്പെടുകയാണ്. അപ്പം മണ്ണിൽ നിന്നെടുത്തവനാണ് മനുഷ്യൻ. അതാണ് മനുഷ്യൻ എന്നുള്ള പേര്. മാനവൻ, മണ്ണിൽ നിന്നുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ മണ്ണ് എന്ന് പറയുന്നതിന് വളരെ ചില പ്രത്യേകതകളുണ്ട്. ഇവിടെ മൺപാത്രം എന്ന് പറയുന്നത് ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചാണ്. ദ നത്തിങ്നെസ് ഓഫ് ക്രിസ്ത്യൻ മിനിസ്റ്റർ. ഒരു ക്രിസ്തീയ ശുശ്രൂഷകന്റെ ഒന്നുമില്ലായ്മ അല്ലെങ്കിൽ ക്രിസ്തീയ ശുശ്രൂഷ നിസ്വത എന്ന് അവിടെ പറയുന്നുണ്ട്. ഒന്നുമില്ലായ്മ. എന്നാൽ ക്രിസ്തീയ ശുശ്രൂഷയുടെ ഗ്രേറ്റ്നെസ്, മഹത്വം രണ്ടും നാം ഓർക്കേണ്ടതാണ്. ക്രിസ്തീയ ശുശ്രൂഷകന്റെ ഒന്നുമില്ലായ്മയും ക്രിസ്തീയ ശുശ്രൂഷയുടെ മഹത്വവും, ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു മൺപാത്രം പോലെ ആകുന്നു എന്ന്, അല്ലെങ്കിൽ ആകണം എന്നുള്ളതാണ് ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്നത്. ഒരു മണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു കുശവൻ കളിമണ്ണ് കൊണ്ട് കുഴച്ച്, പശമണ്ണ്, കളി എന്ന് പറഞ്ഞാൽ പശയെന്നാണ്, പശമണ്ണ് കൊണ്ട് കുഴച്ച് തൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള പാത്രമാക്കും. അപ്പോൾ വഴങ്ങിക്കൊടുക്കുന്നതായൊരു സ്വഭാവം മണ്ണിനുണ്ട്, അല്ലെങ്കിൽ മെരുങ്ങിക്കൊടുക്കുന്നതായ സ്വഭാവം. അതുകൊണ്ടാകുന്നു ഇഷ്ടമുള്ള വിധത്തിൽ കുശവന് മണ്ണിനെ രൂപകൽപ്പന ചെയ്യാൻ കഴിയുന്നത് മണ്ണിൻ്റെ ഈ ഒരു പ്രത്യേക സ്വഭാവം കൊണ്ടാണ്. ഞങ്ങൾ ശുശ്രൂഷ ചെയ്തിരുന്ന നിലമ്പൂര് ഞങ്ങളുടെ വീടിനടുത്ത് കുശവന്മാരായ ആളുകളുണ്ടായിരുന്നു. അവർ ചക്രം ചവിട്ടും. ആ ചക്രത്തിൻ്റെ മുകളിൽ അവർ ആദ്യം കുറച്ച് മണ്ണെടുത്ത് വെക്കും. ഏത് പാത്രമാണോ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് മനസ്സിൽ ആദ്യം തന്നെ ഒരു പ്ലാൻ ഉണ്ടാകും. അതിനനുസരിച്ചുള്ള മണ്ണെടുത്ത് വെക്കും. എന്നിട്ട് ആ കൈ കൊണ്ട് ആ ചക്രം ഇങ്ങനെ കാലുകൊണ്ട് കറക്കുമ്പോൾ വളരെ വേഗത്തിൽ ചക്രം കറങ്ങും. അങ്ങനെ ചക്രം കറങ്ങുമ്പോൾ ആ മണ്ണിൻ്റെ മുകളിലെ കൈ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കും. നമുക്ക് അതിശയം തോന്നും, എത്ര മനോഹരമായ പാത്രം അത് രൂപപ്പെട്ട് വരുന്നത് കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നിപ്പോകും. വളരെ മനോഹരമായിട്ട് ചക്രത്തിന്മേൽ കുശവൻ, യെരമ്യാ പ്രവചനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, മനുഷ്യപുത്ര നീ കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അങ്ങനെ കുശവന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കുശവൻ ചക്രത്തിന്മേൽ പാത്രമുണ്ടാക്കുന്നതായിട്ടുള്ള വലിയൊരു ദർശനമാണ് ദൈവം പ്രവാചകനെ കാണിക്കുന്നത്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. അപ്പോൾ എനിക്കിഷ്ടം പോലെ നിങ്ങളെ ചെയ്തുകൂടായോ എന്ന് ദൈവം അവിടെ പറയുന്നു. അതുപോലെ യെശയ്യാ പ്രവചനം 64-ാം അധ്യായത്തിലും നാം വായിക്കുന്നുണ്ട് 8-ാം വാക്യം, എങ്കിലോ യഹോവേ നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മെനയുന്നവനുമാകുന്നു.
അപ്പോൾ നീ ഞങ്ങളുടെ പിതാവാണ്. അപ്പോൾ വേദപുസ്തകത്തിൻ്റെ ഒരു ആഹ്വാന ദർശനമാണ്. ജനം കളിമണ്ണാണ്, ദൈവം കുശവനാണ്. അപ്പോൾ കളിമണ്ണ് മെരുകി കൊടുക്കുന്ന സ്വഭാവം ആവശ്യമാണ്. ഒരു IAS കാരനാകാനാ ദൈവത്തിന് ആഗ്രഹം. പക്ഷേ ദൈവം വിചാരിച്ച വിധത്തിൽ അവൻ മെരുകി കൊടുത്തില്ല. അവൻ അവസാനം ഒരു പ്യൂണായിരുന്നിരിക്കട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ കരത്തിൽ ഒരു മനോഹരമായിട്ടുള്ളൊരു പൂപ്പാത്രം ഉണ്ടാക്കുവാൻ വേണ്ടി മേശപ്പുറത്ത് വെക്കുന്ന ഒരു അലങ്കാരമുള്ള പൂപ്പാത്രമാക്കാൻ വേണ്ടി ആഗ്രഹിച്ച് കുശവൻ ജോലി ചെയ്യുക. മണ്ണ് അത് കളിമണ്ണ് പൊട്ടി പോവുകയാണ്. വഴങ്ങിക്കൊടുത്തില്ല. പൊട്ടിപ്പോയപ്പോൾ കുശവൻ വിചാരിക്കുക ഒരു മീൻചട്ടി ആക്കി കളയാം. അപ്പോൾ കുശവൻ ആഗ്രഹമുള്ള വിധത്തിൽ കളിമണ്ണ് വഴങ്ങിക്കൊടുക്കുമ്പോൾ കുശവൻ ആഗ്രഹിച്ചതുപോലുള്ള മനോഹരമായ പാത്രം ആകുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒന്നാമതായിട്ട് കളിമണ്ണിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് വഴങ്ങി കൊടുക്കുന്നതായിട്ടുള്ള ഒരു സ്വഭാവം. ഒരു ശുശ്രൂഷനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ സന്നിധിയിൽ വഴങ്ങി കൊടുക്കേണ്ട അതാണ്. എങ്കിൽ മാത്രമേ ദൈവത്തിന് ആഗ്രഹിക്കുന്ന വിധത്തിൽ അവനെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് അവനെ കൊണ്ട് തൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് അവിടെ പറയും. അപ്പോൾ കുശവന് കളിമണ്ണ് പോലെ ഈ ഒരു ആശയം ഇവിടെ സ്യമന്തകം എന്ന് പറയുന്ന ഓട്ടംതുള്ളലിൽ കുഞ്ചൻ നമ്പ്യാർ പറയുന്ന കാര്യം വായിക്കുവാനായിട്ട് ഇടയായി. അവിടെ പറയുന്നത് മണ്ണും വേണം, ജലവും വേണം, മണ്ണത് ചുടുവാൻ തീയും വേണം, ആയുധ തീർന്നാൽ വെള്ളം വലിവാൻ വായുവും അതിലുള്ള ആകാശവുമാണ്. ഭൂതമത് 5 കുശവന് വേണം, ബ്രഹ്മാവിനും അത് തന്നേ സാധനം. അപ്പോൾ ഒരു കുശവന് പഞ്ചഭൂതങ്ങൾ ആവശ്യമാണ്. ഒരു കലം സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് മണ്ണ് വേണം, അതുപോലെ വായു വേണം, വെള്ളം വേണം, ആകാശം വേണം, എല്ലാം അഗ്നി വേണം. അത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. അപ്പോൾ കുഞ്ചൻ നമ്പ്യാർ പറയുകയാണ് ബ്രഹ്മാവിനും അത് തന്നെയാണ് ആവശ്യമായിരിക്കും. ബ്രഹ്മാവ് ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ഈ ഭൂമിയെ സൃഷ്ടിച്ചതും ഈ പഞ്ചഭൂതങ്ങൾ ഉപയോഗിച്ചാണ് കുഞ്ചൻ നമ്പ്യാരുടെ ഒരു ചിന്ത വായിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ കളിമണ്ണ് കൊണ്ടാണ് നിർമ്മിക്കുന്ന വളരെ രചനാത്മകമായിട്ടുള്ളൊരു സ്വഭാവം കളിമണ്ണിന് ആവശ്യമാണ് എന്നാണ്. അതുകൊണ്ട് രൂപം നൽകുന്ന ശില്പിയുടെ കയ്യിൽ മെരുകി കൊടുക്കുന്നതായിട്ടുള്ള ഒരു സ്വഭാവം കളിമണ്ണിനുണ്ട് എന്ന് അവിടെ നാം ഓർക്കുകയാണ്. രണ്ടാമതായിട്ട് അഗ്നിയെ സ്വാംശീകരിക്കുവാനായിട്ടുള്ള, അഗ്നിയെ സ്വീകരിക്കുവാനുള്ള ഒരു സ്വഭാവം കളിമണ്ണിനുണ്ട്. മറ്റുള്ള വസ്തുക്കളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മരമാവയ്ക്കുന്നെങ്കിൽ അത് കരിഞ്ഞ് അത് ചാരമായിട്ട് പോകും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ ലോഹങ്ങളാണെങ്കിൽ അത് ഉരുകി നഷ്ടപ്പെടും. എന്നാൽ മണ്ണ് അങ്ങനെയല്ല. ആ തീ സ്വാംശീകരിച്ചിട്ട് കൂടുതൽ മനോഹരവും കൂടുതൽ ഉപയോഗപ്രദവുമായി തീരുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിനെ സ്വീകരിപ്പാനും പ്രാപിക്കുവാനുമായിട്ടുള്ള ഒരു സന്നദ്ധതയും അനുഭവവും അവിടെ പറയും. ഒരു ചെറിയ കഥ വായിച്ച് നിങ്ങളിലെ രാജാവ് ഒരു മൺപാത്ര നിർമ്മാണശാല അവിടെ സന്ദർശിച്ചു. അവിടെ ചെന്നപ്പോൾ മനോഹരമായ പാത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ചിലതൊക്കെ മാറ്റി വെച്ചിരിക്കുന്നു, ചിലതൊക്കെ പ്രത്യേക സ്ഥാനത്ത് വെച്ചിരിക്കുന്നു, ചിലത് കറുത്തുകിയിരിക്കുന്നു. അപ്പം അദ്ദേഹം ചോദിച്ചു, ബക്കിംഗ്ഹാം കൊട്ടാരത്തിലേക്ക് വേണ്ടുന്ന പൂപ്പാത്രങ്ങളൊക്കെ അവിടെ ഉണ്ട്, ഞങ്ങൾ കറുത്ത പാത്രങ്ങളൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ജോലിക്കാരൻ പറഞ്ഞു, ഇത് ഈ ചുവന്നിരിക്കുന്ന പാത്രങ്ങളൊക്കെ തീ സ്വീകരിച്ച പാത്രങ്ങളാണ്. തീ സ്വീകരിക്കാത്ത പാത്രങ്ങളാണ് കറുത്തിരിക്കുന്നത്, അത് മാറ്റി വെച്ചിരിക്കുക. അപ്പോൾ ഏതെല്ലാം പാത്രങ്ങൾ തീ സ്വാംശീകരിച്ചോ ആ പാത്രങ്ങളൊക്കെ ചുവന്ന് വളരെ വെണ്മയായിട്ട് മാറി ഉപയോഗയോഗ്യമാക്കി തീരുവാനായിട്ട് മാറ്റി വെച്ചിരിക്കും. ഇത് ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. താഴോട്ട് വായിച്ച വേദഭാഗത്ത് താഴോട്ട് വായിക്കുന്നുണ്ട്. കഷ്ടപ്പാടിനെ കുറിച്ച്, ഒരു ശുശ്രൂഷകന്റെ കഷ്ടപ്പാടിനെ കുറിച്ചാണ് താഴോട്ട് പൗലോസ് അവിടെ പറയുന്നത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നവരാണ്. അപ്പോൾ യേശുവിൻ്റെ ജീവൻ ഞങ്ങളിൽ വെളിപ്പെടുവാൻ യേശുവിൻ്റെ മരണം ഞങ്ങൾ സ്വീകരിക്കുകയാണ് ശരീരത്തിൽ എന്ന് പൗലോസ് പറയും.
എത്ര പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയും. അപ്പോൾ ഒരു മണ്ണിനെ സംബന്ധിച്ചോളം മണ്ണിൻ്റെ ഒരു വിശേഷത എന്ന്, രണ്ടാമത്തെ വിശേഷത എന്ന് പറയുന്നത് അഗ്നി സ്വാംശീകരിക്കുവാനായിട്ടുള്ളൊരു ഒരു ഒരു സവിശേഷമായ രചനാത്മകമായ ഒരു സ്വഭാവമാണ്. അഗ്നി സ്വാംശീകരിച്ചില്ല എങ്കിൽ അതിനെ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, ക്രിസ്തീയ ശുശ്രൂഷകരുടെ ജീവിതം എന്ന് പറയുന്നത്. ജീവിതത്തിലെ കഷ്ടപ്പാടും ജീവിതത്തിലെ പ്രതിസന്ധികളും അതിനെ സ്വീകരിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു സ്വഭാവം വേണം എന്ന് അവിടെ പറയാം. മൂന്നാമതായിട്ട് മണ്ണിൻ്റെ മറ്റൊരു രചനാത്മകമായ ഒരു പ്രകൃതി എന്ന് പറയുന്നത് അതിന് ഉടഞ്ഞു കൊടുക്കുന്ന ഒരു സ്വഭാവമാണ്. അത് ഇത്രയൊക്കെ ആണെങ്കിലും അത് പെട്ടെന്ന് ഉടർച്ച വഹിക്കുന്നതാണ്, തകർന്നു പോകുന്നതാണ്. ക്ഷണത്തിൽ തട്ടിയാലോ അല്ലെ മുട്ടിയാലോ താഴെ വീണാലോ അത് തകർന്നു പോകും. ഒരു തകരപ്പെടലിൻ്റെ അനുഭവം. യേശു കർത്താവ് പറഞ്ഞല്ലോ, ഇതാ എൻ്റെ ശരീരം. അവൻ അപ്പം എടുത്തു, വാഴ്ത്തി അതിനെ നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്ത് പറഞ്ഞു, ഇതാ എൻ്റെ ശരീരം. ഇവിടെ അപ്പം എന്ന് പറയുന്ന ഒരു പ്രതീകമാണ്. അതിൻ്റെ സാക്ഷാൽ സത്യം എന്ന് പറയുന്നത് തൻ്റെ ശരീരമാണ്. അപ്പോൾ നുറുക്കപ്പെടുന്ന അനുഭവം യേശു ക്രിസ്തു അവൻ എപ്പോഴും നുറുങ്ങി ഇരുന്നു എന്ന് നാം വചനത്തിൽ വായിക്കുന്നു. പഴയ നിയമത്തിൽ യേശു കർത്താവിനെ കുറിച്ചുള്ള പ്രവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അവൻ നുറുങ്ങിയും അവൻ തകർന്നും ഇരുന്നു. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. യേശു കർത്താവിന് നുറുക്കപ്പെടലുണ്ടായിരുന്നു തൻ്റെ ശുശ്രൂഷയിൽ. യെരുശലേമിനെ കണ്ട് യേശു കർത്താവ് കരയുന്നുണ്ട്. അതുപോലെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ ജനത്തെ കണ്ട് യേശുവിൻ്റെ ഹൃദയം തകരുന്നുണ്ട്. ലാസറിന്റെ കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് യേശു കരയുന്നുണ്ട് തൻ്റെ സഹോദരിമാരോടൊപ്പം. അപ്പോൾ നുറുക്കപ്പെടുന്ന ഒരു അനുഭവം ആവശ്യമാണ്. അത് കളിമണ്ണിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ്. അതുപോലെ ഒരു ശുശ്രൂഷകനും ഒരു തകർക്കപ്പെടലിൻ്റെ അനുഭവമാണ്. തൻ്റെ പാപത്തിന് വേണ്ടി, ജനങ്ങളുടെ പാപത്തിന് വേണ്ടി ആവശ്യത്തിലിരിക്കുന്നവരെ ഓർത്ത് ഉടഞ്ഞും തകർന്നും ഇരിക്കുന്ന ഒരു ഹൃദയം ആവശ്യമാകുന്നു എന്ന് അവിടെ നാം ആ ഭാഗത്ത് വായിക്കുന്നുണ്ട്. അപ്പോൾ ഉടയുമ്പോഴാണ്, തകരുമ്പോഴാണ് ശക്തി പുറപ്പെടുന്നത്. ഈ ആത്യന്തിക ശക്തി, ഉള്ളിലിരിക്കുന്ന ആത്യന്തിക ശക്തി, അത് ദൈവതേജസ്സിൻ്റെ സുവിശേഷമായി പുറത്തേക്ക് ഒഴുകുന്നത് ഉടയപ്പെടലിൻ്റെ അനുഭവത്തിലാണ്, തകർക്കപ്പെടലിൻ്റെ അനുഭവത്തിലാണ്. അത് അനുഗ്രഹമായിട്ട് മാറുന്നത്. യേശു തൻ്റെ ശരീരം നുറുക്കിയാണ് നൽകുന്നത്. അങ്ങനെ നുറുക്കപ്പെടുന്നിടത്ത് മാത്രമേ ദൈവകൃപയുടെ സുവിശേഷം, ദൈവകൃപയുടെ വ്യാപാരം, ദൈവകൃപയുടെ അനുഗ്രഹം ഉണ്ടാകുന്നുള്ളൂ എന്ന് നാം ആ ഭാഗത്തു നിന്നും മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് കവിത വായിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. സ്പിരിറ്റ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയാണ്. സ്പിരിറ്റ് ഓഫ് ദ ലിവിംഗ് ഗോഡ്, fall afresh on me, break me, melt me, mold me and fill me. വീണ്ടും പറയുകയാണ്, സ്പിരിറ്റ് ഓഫ് ദ ലിവിംഗ് ഗോഡ്, fall afresh on me. വളരെ മനോഹരമായുള്ള അർത്ഥവത്തായുള്ള ഒരു കവിതയാണ്. മൺപാത്രം തകരപ്പെടുമ്പോഴാണ് ആത്യന്തിക ശക്തി പ്രവഹിക്കുന്നത് എന്ന് ഓർക്കുകയാണ്. നാലാമത്തെ മണ്ണിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അതിൻ്റെ പരിസ്ഥിതി സ്വഭാവമാണ്. ദൈവം തമ്പുരാൻ പ്ലാസ്റ്റിക് കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ ഒന്ന് നമുക്ക് ആലോചിക്കാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ പ്ലാസ്റ്റിക് വലിയൊരു പ്രശ്നമാണ്. മനുഷ്യന് കണ്ടുപിടുത്തമൊക്കെ വളരെ നല്ലതായിരുന്നു, ഒരുപാട് ഉപകാരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വലിയൊരു ഗാർബേജായി മാറി മനുഷ്യൻ്റെ മുമ്പിൽ വലിയ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഇന്ന് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ടുള്ള, അത് കത്തിക്കാനും പറ്റത്തില്ല, മണ്ണിൽ അരിഞ്ഞ് ചേരത്തുമില്ല, മണ്ണോട് ചേരുകയുമില്ല, അങ്ങനെയുള്ള ഒരു സാധനമായിട്ട് മാറിയിരിക്കുക. എന്നാൽ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം മണ്ണിനോട് ചേരുന്ന അതിൻ്റെ ഇക്കോ ഫ്രണ്ട്ലി നേച്ചർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ പരിസ്ഥിതിയുമായിട്ട് ദൈവത്തിൻ്റെ ഈ സംവിധാനങ്ങളുമായിട്ട് സമരസപ്പെട്ട് അതിന് തിന്മകളോട് എന്നല്ല അർത്ഥം, എന്നാൽ അതിൻ്റെ പ്രകൃതിയുമായിട്ട് യോജിച്ച് പോകുന്ന വിധത്തിൽ ഇന്ന് അങ്ങനെയാണ് പറയുന്നത്. പുതിയ ഇക്കോ തിയോളജി ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പരിസ്ഥിതി ദൈവശാസ്ത്രം. ഇപ്പോൾ ഈയിടെയായിട്ടൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ സിനഡ് ഇറക്കിയ പുസ്തകമാണ്. ഡോക്ടർ മാത്യു കോശി മുന്നേക്കാട് എന്ന് പറയുന്ന നമ്മുടെ CSIയിലെ തന്നെ ഒരു മെമ്പറാണ്. അദ്ദേഹം എഡിറ്റ് ചെയ്ത് ഇറക്കിയിട്ടുള്ള ഒരു മനോഹരമായൊരു പുസ്തകമാണ്. അതിൻ്റെ ഗ്രീൻ ഗോഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ഗ്രീൻ ഗോഡ്.
അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ മനോഹരമായിട്ട് ഒരു ചിത്രകഥ പോലെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അതുകൊണ്ട് പരിസ്ഥിതി ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ദൈവശാസ്ത്രമായിട്ട് ഇപ്പോൾ വളർന്നിരിക്കും. അത് വളരെ പ്രധാനമായ ഒരു സംഗതിയാണ്. ദൈവത്തിൻ്റെ ഇത് മുഴുവനും മനുഷ്യനുള്ളതാണെന്ന് പറഞ്ഞ് തകർത്ത് ജീവിക്കുവാനായിട്ടുള്ളതല്ല, എന്നാൽ അതേ കരുതി അതുമായിട്ട് ചേർന്ന് ജീവിച്ച് പോകണം എന്നുള്ള ചിന്ത. അപ്പോൾ മണ്ണിൻ്റെ ഒരു വിശേഷമാണ്. മറ്റൊന്ന്, അഞ്ചാമതായിട്ട് വീണ്ടും നമുക്ക് മണ്ണിൻ്റെ ഒരു സവിശേഷത കൂടി നമുക്ക് കാണാം. നാം വായിച്ച സുവിശേഷത്തിൽ വിത്ത് വിതയ്ക്കുന്നവൻ വന്ന് വിത്ത് എറിഞ്ഞിട്ട് പോവുകയാണ്. എന്നാൽ ആ വിത്ത് മണ്ണിൽ വളരുവാൻ, ദൈവത്തിൻ്റെ വചനത്തിന് വളരുവാനുള്ളൊരു ഇടമായിട്ട് മണ്ണ്, അത് മനുഷ്യ ഹൃദയത്തോട് ചേർത്ത് പറയുന്നു. യേശു കർത്താവ് വിതയ്ക്കാൻ പോകുന്നവൻ ഉപമ പഠിപ്പിക്കുമ്പോൾ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പാറസ്ഥലത്ത് വീണു, മുള്ളിനിടയിൽ വീണു, നല്ല നിലത്ത് വീണു. അപ്പോൾ നല്ല നിലത്ത് നല്ല മണ്ണിൽ വീണു, അത് വളർന്നു. അത് 30, 60, 100 മേനിയായി ഫലം കൊടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വളരുവാനായിട്ടുള്ള, വിത്തുകൾ വളരുവാനായിട്ടുള്ള ഒരിടമാണ്. അതിനെ പോഷിപ്പിച്ച് അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാം കൊടുത്ത് അതിനെ വളർത്തുവാനായിട്ട്. ഒരു കടുകുമണിയെക്കുറിച്ച് നാം വായിക്കുന്നു. കടുകുമണി ദൈവരാജ്യമല്ല, എന്നാൽ കടുക് ചെടിയായിട്ട് വരുമ്പോൾ, ഇപ്പോൾ ദൈവരാജ്യം ഏറ്റവും ചെറുതിൽ നിന്ന് ആരംഭിച്ച് വലിയൊരു ചെടിയായിട്ട് വളരുന്നതായിട്ടുള്ള വലിയൊരു അനുഭവത്തെക്കുറിച്ച് അവിടെ പറയുക. അപ്പോൾ ഇവിടെ നാം വായിക്കുന്നത്, നാം ചിന്തിച്ച 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. ഒന്ന്, ഒരു ശുശ്രൂഷകന്റെ നിസ്വത, നത്തിങ്നെസ് ഓഫ് എ മിനിസ്റ്റർ. ഒന്നുമില്ല, ഞാൻ വലിയ പുള്ളിയാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ പണ്ഡിതനാണ്, സെമിനാരിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലൊക്കെ പഠിച്ച് ഡോക്ടറേറ്റൊക്കെ നേടി ഞാൻ ഡോക്ടറാണ്, ഞാൻ വലിയ പുള്ളിയാണ്, മറ്റുള്ളവരൊന്നും അല്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരി, അങ്ങനെയൊന്നുമല്ല. നാം ജനങ്ങളുമായിട്ട് അറിയുമ്പോൾ നന്നായിട്ട് വചനം അറിയാവുന്ന ആളുകൾ, നല്ല വിവരമുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, ദൈവിക പരിജ്ഞാനമുള്ളവർ. അതുകൊണ്ട് ഒന്നുമല്ല. പൗലോസ് ഇവിടെ പറയുന്നത്, ക്രിസ്തു നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാർ, ഞങ്ങൾ വലിയ പുള്ളികളല്ല, പക്ഷെ ഞങ്ങളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഞങ്ങൾ ഒന്നുമല്ലാതെ ആകുമ്പോഴാണ് വസിക്കുന്നതായിട്ടുള്ള ശക്തി പ്രവഹിക്കുവാനിടയാണ്. ഉടയപ്പെടുമ്പോൾ, അല്ലാതെ സ്റ്റബേണായിട്ട് നിൽക്കുമ്പോൾ, മുള്ളുപോലെ നിൽക്കുമ്പോഴല്ല, ഉടയപ്പെടുമ്പോഴാണ്, വഴങ്ങിക്കൊടുക്കുമ്പോഴാണ്, തകർച്ച വഹിക്കുമ്പോഴാണ്. അതിൽ നിന്ന് യേശു കർത്താവിൻ്റെ കാൽക്കൽ വന്ന് ഒരു സ്ത്രീ വെൺകൽ ഭരണി പൊട്ടിച്ചു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോഴാണ് പരിമളം പരക്കുന്നത്. അപ്പോൾ ഒരു പൊട്ടുന്നതിൻ്റെ അല്ലെങ്കിൽ തകർച്ചയുടെ, ഉടർച്ചയുടെ അനുഭവം ജീവിതത്തിൽ, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, ഉപദ്രവം, പട്ടിണി, നഗ്നത, ഇതെല്ലാം ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി പ്രവഹിക്കുന്നതായിട്ട് ഇവിടെ പറയാം. രണ്ടാമതായിട്ട് നാം ചിന്തിച്ചത് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച്. അതിനുടനീളം നാം ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ ശക്തി എത്ര വലുതാണ്, അല്ലെങ്കിൽ ക്രിസ്തീയ ശുശ്രൂഷയുടെ നിസ്തുലത എത്ര വലുതാണ്. ഈ അത്യന്ത ശക്തി, ഇത് സുവിശേഷമാണ്, ഇത് രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. 1 കൊരിന്ത്യർ 1:18 തന്നെ നാം വായിക്കുന്നു, രക്ഷിക്കപ്പെടുന്നവർക്ക് ക്രൂശിൻ്റെ വചനം, നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, പക്ഷേ രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവത്തിൻ്റെ ശക്തിയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഡൈനാമിക് പവർ എന്നാണ് പറയുന്നത് വായന. ഒരു ഡൈനാമിക് പവർ, അത് വഹിക്കുന്ന ദുർബലമായ പാത്രങ്ങളാകുന്നു കർത്താവിൻ്റെ വേലക്കാരെ എന്ന് പൗലോസ് ഓർപ്പിക്കുക. യേശുക്രിസ്തുവും തൻ്റെ ശരീരത്തെ തകർത്ത് അതിൻ്റെ ശക്തിയാൽ ശത്രുവിൻ്റെ കോട്ടകൊത്തളങ്ങളെ ഇടിച്ച് കർത്താവ് വിജയിച്ചു എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇവിടെയും അത് പറയുന്നുണ്ട്. അവസാന പുനരുദ്ധാനത്തിൻ്റെ അനുഭവത്തിലേക്കാണ് വരുന്നത്. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങളെല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തെ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു എന്നവിടെ പറയാം. 14-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവിനോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തുമെന്ന് ഞങ്ങൾ അറിയുന്നു. അതാണ് ബുദ്ധിമുട്ടും ജീവിതത്തിൽ കഷ്ടപ്പാടും പ്രയാസങ്ങളും ഞെരുക്കവും സങ്കടവും എല്ലാം ഉണ്ടെങ്കിലും ഉള്ളൊരു പ്രത്യാശ എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് ഞങ്ങളെയും ഉയർപ്പിക്കും, നിങ്ങളോടൊപ്പം ദൈവസന്നിധിയിൽ നിർത്തും. അതാണ് ആ പ്രത്യാശ എന്ന് പറയുന്നത്. ഈ ലോകപ്രകാരം വലിയ നേട്ടമോ അല്ലെ വലിയ കാര്യമോ ഒന്നുമല്ല, പേരോ പ്രശസ്തിയോ ഒന്നുമല്ല, ഒന്നുമല്ലാത്തവനായ അനേകം ആളുകൾ. സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയെക്കുറിച്ച് വായിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകം ഈ പ്രകാരമാണെന്നാണ് പറയുന്നത്.
സാധു കൊച്ചു കുഞ്ഞു ഉപദേശിയുടെ മൺകൂടാരം. ആത്മാവ് നക്ഷത്രഗോളങ്ങൾക്കപ്പുറം കർത്താവിനെ എതിരേൽപ്പാനായിട്ട് പോയിരിക്കും. അപ്പോൾ സാധു കൊച്ചു കുഞ്ഞു ഉപദേശിയുടെ മൺകൂടാരം ഒരു മൺകൂടാരമാണ്, ഒന്നുമില്ലാത്ത അനുഭവം. പ്രിയമുള്ളവരെ, ഇത് നമ്മെ ഓർപ്പിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യം, ദൈവത്തിൻ്റെ ആത്യന്തിക ശക്തി മൺകൂടാരമായ മനുഷ്യനിൽ വസിക്കുന്നു എന്നുള്ളതാണ്. തന്നിൽ വിശ്വസിക്കുന്നവരിൽ ഈ ശക്തി അയക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഈ നാളുകളിൽ തകർച്ചയും ഉളർച്ചയും ഒക്കെ ഉള്ള ഈ ലോകത്ത് നാം ജീവിക്കുക. രോഗവും ദുഃഖവും സങ്കടവും പ്രയാസവും മരണവും എല്ലാമുള്ള മഹാമാരിയാലൊക്കെ നിറയപ്പെട്ട ലോകത്തിൽ നാം ജീവിക്കുകയാണ്. നിരാശപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ വലിയൊരു പവർ കർത്താവ് തന്നിട്ടുണ്ട്. അത് തൻ്റെ ശക്തി തന്നെയാണ്, തൻ്റെ സുവിശേഷം തന്നെയാണ്, യേശു തന്നെയാണത്. നമ്മിൽ വസിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ശരീരത്തെ അവൻ ഉയർപ്പിക്കുവാനായിട്ട് മതിയായ ഈ വലിയ പ്രത്യാശയാണ് ക്രിസ്തീയ പ്രത്യാശ. അതുകൊണ്ട് ഈ ഞായറാഴ്ച നാം ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവം നമുക്ക് വലിയ അപാരമായിട്ടുള്ള ശക്തി തന്നിരിക്കുകയാണ്, തൻ്റെ ശുശ്രൂഷകർക്ക് അത് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് അത് തൻ്റെ സ്വയം അവിടെ തകരുമ്പോൾ അത് അവിടെ പ്രകാശിക്കുവാനായിട്ട് ഇടയായി. അതുകൊണ്ട് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുന്ന, ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന ഓരോ പ്രകാശങ്ങളായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, പരിശുദ്ധ പിതാവേ, നിങ്ങൾക്ക് നൽകിയ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. തിരുവചനം ധ്യാനിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചതോർത്ത് നന്ദി. കർത്താവെ, ഞങ്ങളുടെ ബലഹീനമാകുന്ന ശരീരങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തി അത് കർത്താവെ അവിടുന്ന് തന്നിരിക്കുന്നു എന്ന് ഓർക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. ആ ആത്യന്തിക ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല കർത്താവെ, അത് അവിടുത്തെ ദാനമാണെന്ന് ഓർക്കുന്നു. ഞങ്ങളുടെ കഴിവല്ലത്, ഞങ്ങളുടെ പ്രാപ്തിയല്ല, ഞങ്ങളുടെ ഏതെങ്കിലും കർത്താവെ ഞങ്ങളുടെ പഠനത്തിൻ്റെയോ ഞങ്ങളുടെ അറിവിൻ്റെയോ ഞങ്ങളുടെ ശ്രേഷ്ഠതയുടെയോ ഞങ്ങളുടെ ഭക്തിയുടെയോ പ്രാർത്ഥനയുടെയോ ഒന്നും ഫലമല്ല, നിന്റെ ദാനം മാത്രമാകുന്നു എന്ന് ഓർക്കുവാൻ അവിടുന്ന് ഇതിന് തോറും സഹായിക്കണമേ. ഞെരുക്കവും സങ്കടവും പ്രയാസവും ഇടുക്കവും എല്ലാമുള്ള ഈ ലോകത്തിലെ ജീവിതത്തിൽ കർത്താവെ ഞങ്ങൾ മുൻപോട്ട് പ്രത്യാശയോടെ പോകുന്നത് ഞങ്ങളിൽ വസിക്കുന്നതായുള്ള ഈ വലിയ ശക്തി ആകുന്നു എന്ന് ഓർക്കുവാൻ കൂടി ഞങ്ങളെ സഹായിക്കണം. നന്മകളാൽ നിറയ്ക്കുന്ന വചനം കേട്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നു. ദൈവം കേൾക്കണമേ. നമുക്ക് ഈ സമയത്ത് നമ്മുടെ വിശ്വാസം അപ്പസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ സ്വീകരിച്ചു ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനായി കന്യമറിയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ച് പന്തിയോസ് പിലാത്തോസിനെ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അവൻ സ്വർഗത്തിലേക്ക് കയറി. സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ നാമത്തിലിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ഞാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കൗതലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യമായ ജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇത്രത്തോളം ദൈവം നമ്മെ കാത്ത് പരിപാലിച്ച വലിയ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ നാം പ്രത്യാശയോടും പ്രാർത്ഥനയോടും കൂടി നമുക്കായിരിക്കാം. ഈ വലിയ ഒരു പ്രയാസം അല്പം കുറഞ്ഞു വരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 144 പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. ഈ മാസം 15-ാം തീയതി വരെ അതുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഒരു ഇളവ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അധികം വൈകാതെ നമുക്കെല്ലാവർക്കും ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കാൻ ദൈവം അവസരം നൽകുമെന്ന് ആഗ്രഹിക്കുകയും അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുള്ളവരുണ്ടെങ്കിൽ അറിയിക്കണമേ. എല്ലാവരെയും പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. പ്രായമായവരൊക്കെ ഞങ്ങൾ പേര് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പ്രയാസം അറിയാം. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളും അതുപോലെ പ്രായമുള്ള നമ്മുടെ മാതാപിതാക്കൾക്കും ദേവാലയത്തിൽ വരാനോ ആരാധനയിൽ പങ്കെടുക്കാനോ അതുപോലെ കർത്തൃമേശയിൽ പങ്കെടുക്കാനോ ഒന്നും സാധിക്കുന്നില്ല. വളരെ പ്രയാസത്തിലാണ് പ്രിയ മക്കൾ കഴിയുന്നത്. എങ്കിലും നമുക്ക് പലപ്പോഴും നിസ്സഹായരായി പോവുകയാണ്. പ്രാർത്ഥനയിൽ ഓർക്കുന്നു. അതിവേഗം ഈ പ്രയാസം മാറിപ്പോകട്ടെ. ദൈവം തൻ്റെ ജനത്തിൻ്റെ പ്രാർത്ഥന കേൾക്കും. അത് ദൈവം വിടുതൽ തരും എന്ന് പ്രത്യാശിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിലെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ഈ സമയത്ത് നമുക്ക് 394-ാം കീർത്തനത്തിൻ്റെ 2 ചരണം പാടുന്ന സമയത്ത് സ്തോത്ര കാഴ്ച അർപ്പിക്കുവാനുള്ള സമയമാണ്. നിങ്ങൾ അത് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. 394-ാം കീർത്തനം.
പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, പരിശുദ്ധ പിതാവേ, ഈ ആരാധനയിൽ പങ്കെടുത്ത നിന്റെ മക്കളെയും കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ദാനങ്ങൾ അർപ്പിച്ച നിന്റെ കുഞ്ഞുങ്ങളെയും ദൈവം ഒരുപോലെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അവരുടെ കാഴ്ചകളെ വാഴ്ത്തേണമേ. കർത്താവേ, അവിടുത്തെ ആത്യന്തിക ശക്തി നിന്റെ മക്കളുടെ ഉള്ളങ്ങളിൽ പകരേണമേ. കർത്താവിന് വേണ്ടി ജീവിപ്പാനും കർത്താവിന് വേണ്ടി നൽകുവാനും നിന്റെ മക്കളെ തുടർന്ന് ബലപ്പെടുത്തണമേ. അവരുടെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞപ്പം നിറവേറ്റി കൊടുക്കണമേ. നന്മകളാൽ നിറയ്ക്കുകയും മഹത്വമെടുക്കുകയും ചെയ്യണം. യേശുവിൻ നാമത്തിൽ ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണമേ. അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. പൊതുവായി നമ്മുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങൾ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങൾ ഈ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഇടവകയ്ക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളിൽ കഴിയുന്നവരുണ്ടല്ലോ, രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടല്ലോ. കർത്താവെ, ചികിത്സയിലൂടെ മുന്നോട്ട് പോകുന്നവരുണ്ട്. കർത്താവെ, നിന്റെ കുഞ്ഞുങ്ങളെല്ലാം ദൈവമേ നീ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്നവരുണ്ട് കർത്താവെ, പരീക്ഷ എഴുതുന്നവർ, അതുപോലെ തന്നെ ഉപരിപഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ കുഞ്ഞുങ്ങൾ, ദൈവമേ കുടുംബജീവിതത്തിനായിട്ട് ഒരുങ്ങുന്നവർ, ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളെല്ലാവരെയും ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. ഭവനങ്ങൾ പണിയുന്നവരുണ്ട്, ദൈവമേ ഭവനങ്ങൾ ഇല്ലാത്തവരുണ്ട്, ദൂരദേശങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാവരെയും കർത്താവ് കരുണയുള്ള കരങ്ങളാൽ താങ്ങണം. കർത്താവെ, പ്രായാധിക്യത്താൽ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ. ദൈവമേ, പ്രിയ മാതാപിതാക്കളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. അവിടുത്തെ പ്രത്യാശയാൽ അവിടെ നിറയ്ക്കണമേ. അവിടുത്തെ വചനത്താലും അവിടുത്തെ ആത്മാവിൻ്റെ നിറവിനാലും നിന്റെ മക്കളെ ഓരോ ദിവസവും നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ നാളുകളിൽ പരിഭ്രമിച്ചും ക്ഷീണിച്ചും മടുത്തും പോകാനിടയാകാതെ നിന്നിലുള്ള വിശ്വാസത്തിലും ആശ്രയത്തിലും ഞങ്ങൾക്ക് വളരുവാനായിട്ട് അവിടുന്ന് സഹായിക്കണം. ഇടവയുടെ എല്ലാ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കണം. കർത്താവെ, ഞങ്ങളെ ലോകത്താകമാനം വന്നിരിക്കുന്നതായിട്ടുള്ള ഈ മഹാമാരിയെ അവിടുന്ന് തന്നെ ശാസിച്ച് അതിവേഗം കർത്താവെ അകറ്റി, കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ, എല്ലാ മക്കൾക്കും ഒരുമിച്ച് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദേവാലയത്തിൽ കടന്നു വന്ന് കർത്താവിനെ പാടി സ്തുതിപ്പാൻ കർത്താവ് അടിയങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണം. ഞങ്ങളുടെ മഹായിടവയെ ഓർക്കുന്നു, തിരുമേനിയും കുടുംബത്തെയും ഓർക്കുന്നു, വട്ടക്കാരെയും സഭാ ശുശ്രൂഷകരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ ഇടവകളെയും അവരുടെ ജനങ്ങളെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വേലക്കാർക്കായി സ്തോത്രം. ലോകവ്യാപകമായി സഭകളായി സംഘടനകളായി ചെന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഓർക്കുന്നു. എല്ലാ ദൈവ വേലക്കാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നാളുകളിൽ വളരെ ഭാരത്തോടെ, കർത്താവ് ഹൃദയ നുറുക്കത്തോടെ ഞങ്ങൾ വചനം കേട്ടതുപോലെ ദൈവമേ സങ്കടത്തോടെ ദൈവസന്നിധിയിൽ അഭയാചന കഴിപ്പാൻ, ദേശത്തിന് വേണ്ടി മധ്യസ്ഥ അണപ്പാൻ, കർത്താവ് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ലോകവ്യാപകമായുള്ള എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഭരണപരമായിട്ടുള്ള പ്രയാസങ്ങളെല്ലാം മാറിപ്പോകട്ടെ. സമാധാനത്തോടും സന്തോഷത്തോടും ഐക്യതയോടും ജീവിപ്പാനോടും സഹായിക്കണം. പ്രത്യേകിച്ച് ഈ ഐക്യ ഞായറാഴ്ച സഭയുടെ ഐക്യത്തിനായി ദൈവജനത്തിൻ്റെ ഒരുമയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നന്മകളാരോടും നിറയ്ക്കണം. എൻ്റെ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കണമേ. ആമേൻ. കർത്താവ് നമ്മെ പഠിപ്പിച്ചതുപോലെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരോടും തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് എടുത്തരുതേ, ദുഷ്ടൻ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടത്തേക്കുള്ളതാകുന്നു. ആമേൻ. ആശീർവാദം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മോടും പ്രിയമുള്ളവരെ നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഇപ്പോഴും എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ആരാധനയുടെ ഒടുവിലായി 270 കീർത്തനത്തിൽ നിന്ന് നമുക്ക് പാടാം. നിന്നേടിനേശുവിനായ ക്രിസ്തീയ സേന. Yeah.
കർത്താവ് നമ്മോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനമായിരിക്കാം. ആമേൻ.